വരൂ കൂട്ടുകാരെ, ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. ഡയറി എഴുതാം. തീയതി 28/11/2024. ദിവസം വ്യാഴം. ഇന്ന് ഞാൻ രാവിലെ 6 മണിക്കാണ് എഴുന്നേറ്റത്. പതിവ് പോലെ പ്രഭാത കൃത്യങ്ങൾക്കു ശേഷം ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോഴാണ് വളരെ വിഷമമുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടത്. ഒരു പരുന്തുകുട്ടിയെ കാക്കകൾ കൂട്ടമായി ആക്രമിക്കുകയായിരുന്നു. അവസാനം ആ പരുന്തുകുട്ടി നിലത്തു വീണു. അപ്പോഴാണ് അതിന്റെ അമ്മ വന്ന് അതിനെ റാഞ്ചി കൊണ്ടുപോയത്. പക്ഷികൾ തമ്മിൽ എന്തിനാണ് ഇത്ര ശത്രുത എന്ന് ഞാൻ അപ്പോൾ ആലോചിച്ചു. ഇന്നൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ടായിരുന്നു. എന്റെ വീട്ടിലെ പൂച്ച 3 പൂച്ചക്കുട്ടികളെ പ്രസവിച്ചു. ഞാൻ ആ സന്തോഷത്തിൽ പൂച്ചയ്ക്ക് ഒരു മീൻ കഷ്ണം ഇട്ടുകൊടുത്തു. സ്കൂളിൽ ഇന്ന് നേരത്തെ എത്തിയിരുന്നു. എന്റെ സുഹൃത്ത് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ശബരിമലയ്ക്ക് പോയി വന്നതിനാൽ എനിക്ക് പ്രിയപ്പെട്ട അരവണ പായസം അവൾ എനിക്ക് ഒരു പാത്രത്തിലാക്കി തന്നിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോരുത്തരും ക്രിസ്മസ് അവധിക്ക് ടൂർ പോകുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞങ്ങൾക്ക് 2 ഫ്രീ പീരീഡ് ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയ ശേഷം ഞാൻ അരവണ പായസം വീട്ടിലെല്ലാവർക്കും കൊടുത്തു. ശേഷം ഞാനും കഴിച്ചു. ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു പൂച്ചക്കുട്ടികളുടെ ഫോട്ടോകളും വീഡിയോകളും ഞാൻ ഫോണിൽ പകർത്തി. എന്നിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം വാട്സപ്പിലൂടെ ഞാൻ അത് അയച്ചു കൊടുത്തു. സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ എടുത്ത പാഠഭാഗങ്ങൾ പഠിച്ചു. ഹോംവർക്കുകൾ ചെയ്തു തീർത്തതിനു ശേഷം ഞാൻ അല്പനേരം TV കണ്ടു. ഇന്ന് വൈകിയാണ് അത്താഴം കഴിച്ചത്. ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.